തിരുവനന്തപുരം ചെന്തിട്ട മേജർ ദേവീക്ഷേത്രത്തിൽ തീപിടുത്തം. ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഭൂരിഭാഗവും കത്തിനശിച്ചു. കളമെഴുത്ത് നടത്തുന്ന ഭാഗത്തെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. ചെങ്കൽച്ചൂളയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും പുക വരുന്നത് സമീപവാസികൾ കണ്ടത്. തുടർന്ന് ചെങ്കൽച്ചൂളയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കളമെഴുത്ത് ഭാഗത്തെ മേൽക്കൂരയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കത്തിപ്പിടിക്കാനുള്ളത് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ടാണെന്ന് തോന്നുന്നു. കാരണം അവിടെ വേറൊന്നും കത്തിക്കുന്നൊരു ഭാഗമല്ല. അതുപോലെ തന്നെ വിളക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കത്തിച്ച് വച്ചിരുന്നില്ല. അവിടെ വൈകുന്നേരം ഒരു കളമെഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരമേ അവിടെ എന്തെങ്കിലും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഷോർട്ട് സർക്യൂട്ടിനുള്ളൊരു സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. ക്ഷേത്രം അടഞ്ഞു കിടക്കുന്ന സമയമായതിനാൽ വലിയ അപകടം ഒഴിവായി. ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രം കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല എന്ന് വാർഡ് കൗൺസിലർ ആരോപിച്ചു. സർക്യൂട്ട് എന്നാണ് അവർ ഫയർഫോഴ്സിന്റെ ആൾക്കാർ ഉൾപ്പെടെ പറയുന്നത്. അപ്പോൾ വയറിങ് പഴയ വയറിംഗ് ആണ്. വേറെ ഇവിടെ കത്തിച്ച് വെച്ച സംഭവം അവിടെ ആ ഭാഗത്ത് നിലവിളക്ക് കത്തിക്കുന്ന സംവിധാനമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല. വയറിങ്ങിൻ്റെ എന്തോ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ട്. അറ്റകുറ്റപ്പണികൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ട്. പിന്നെ ചെയ്യേണ്ട കാലം കഴിഞ്ഞപ്പോൾ ഓടൊക്കെ മാറ്റാറുണ്ട്. 100 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അത് പ്രത്യേക ആചാരങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ക്ഷേത്രവും കൂടിയാണ്. ഏക ക്ഷേത്രവുമാണ്. അപ്പോൾ കുറച്ച് അത്രയും പഴമയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ശരി, അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. ഓട് മാറ്റാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണങ്ങി ഇപ്പം നല്ല 100 വർഷത്തിലധികം പഴക്കമുണ്ട് ചെന്തിട്ട ദേവീ ക്ഷേത്രത്തിന്. നവരാത്രി പൂജയിലെ വിശേഷാൽ പൂജകൾ നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ചെന്തിട്ട മേജർ ദേവീ ക്ഷേത്രം. ജനം, തിരുവനന്തപുരം.